സർ, ഈ ട്രോമ കേസസിൻ്റെ മാനേജ്മെൻറ്റിന് എപ്പോഴും സാധാരണ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയാറുണ്ട്. കാരണം മറ്റു പല ഫാക്കൽറ്റീസും ഇൻവോൾവ് ആവാറുണ്ട്. അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊന്ന്? യൂഷ്വലി ഈ ചെറിയ രീതിയിലുള്ള ഫ്രാക്ചേഴ്സിലൊന്നും നമുക്ക് ഒരു വീഴ്ച, സാധാരണ ചെറിയ വീഴ്ചകൾ, ഇതിലൊന്നും പൊതുവെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിന്റെ ആവശ്യം വരാറില്ല. മാക്സിലോഫേഷ്യൽ ആയിട്ടുള്ള, അതായത് താടിയെല്ലും അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രാക്ചേഴ്സ് മാത്രമാണെങ്കിൽ ആരുടെയും നമുക്ക് സഹായം ആവശ്യമില്ല. പക്ഷെ ഒരു ഇമ്പാക്ട് കൂടുതലുള്ള റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ പൊതുവെ മറ്റുള്ള ഏരിയകൾ കൂടി ഉൾപ്പെടാറുണ്ട്. അതായത് ഇപ്പം ന്യൂറോ സർജറിയുടെ ആവശ്യം നമുക്ക് വരും. അതായത് ബ്രെയിനും എല്ലാം സ്കള്ളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രോമ വന്നു കഴിഞ്ഞാൽ ന്യൂറോ സർജറിയുടെ ആവശ്യം നമുക്ക് വരും. പിന്നെ മറ്റുള്ള ഓർഗൻസ്, കൈ, കാലുകൾ, അതുപോലെയുള്ള ഏരിയകൾ ഫ്രാക്ചേഴ്സ് ഒക്കെ വരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർത്തോപെഡിക് സർജന്റെ സഹായം ആവശ്യം വരും. ഇത് കൂടാതെ ചിലപ്പോൾ ഒരു ENT സർജന്റെ ആവശ്യം സംഭവിക്കാം. പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യം ചിലപ്പോൾ വരും. ചില ഏരിയകളിൽ ഒരു ജനറൽ സർജന്റെ ആവശ്യവും ചിലപ്പോൾ വരാറുണ്ട്. കാരണം ഈ ന്യൂമോതൊറാക്സ് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ജനറൽ സർജന്റെ ആവശ്യം നമുക്ക് വരാറുണ്ട്.